കണ്ണൂർ കണ്ടവം ഇളമാങ്കൽ ഉന്നതിയിൽ വാഴകൃഷി നശിപ്പിച്ച കാട്ടാനകൾ. ഒരു മാസമായി പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് ഗതാഗത സൗകര്യം ഉൾപ്പെടെ ഇല്ലാത്തതും പ്രതിസന്ധിയാണ്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, ആ പ്രദേശത്ത് ഒരു മാസമായി കാട്ടാന ശല്യം എന്നാണ് അവർ പറയുന്നത്, പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ ഇവയെ തുരത്താനുള്ള ഒരു നടപടിയും അവിടെ നടക്കുന്നില്ലേ? എന്താണ് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് നിഖിൽ? ഏതായാലും വലിയൊരു ദുരിതത്തിലേക്ക് ഈ പ്രദേശം മാറുന്നു എന്നുള്ളതാണ്. പാട്യം പഞ്ചായത്തിലെ 13ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് കണ്ണവം ഇളമാങ്കൽ ഉന്നതി എന്ന് പറയുന്നത്. ഇവിടെ 15ലേറെ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഈ വീടുകളിൽ താമസിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാഹന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ ഈ വനപ്രദേശത്തോടു കൂടി ഏകദേശം 2 കിലോമീറ്ററോളം നടന്നാൽ മാത്രമാണ് ഇവർക്ക് പുറത്തേക്ക് എത്താനാവുക എന്നൊരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരം മേഖലയിലാണ് ഇപ്പോൾ ഈ ഒരു മാസത്തോളമായി കാട്ടാനകളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇന്നലെ രാത്രിയും എല്ലാമായി കാട്ടാനകൾ ഈ പ്രദേശത്തേക്ക് എത്തുകയും ഇവരുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. വനം വകുപ്പ് ഇവിടെ ഈ ആനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ ഫലപ്രദമാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പ്രദേശത്തെ കാട്ടാനയെ തുരത്തുന്നതിനായി എത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിക്കുന്നതിനിടെ അത് പൊട്ടി ഒരു നാട്ടുകാരനും ഒപ്പം തന്നെ ഫോറസ്റ്റ് വാച്ചർക്കും കൈക്ക് പരിക്കേൽക്കുന്ന ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വാഹന സൗകര്യമൊന്നും ഇല്ലാത്ത ഈ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വന്നാൽ ഈ കാട്ടാനകൾ ഇറങ്ങാൻ സാധ്യതയുള്ള മേഖലയിലൂടെ നടന്നു വേണം ഇവർക്ക് ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ള മേഖലയിലേക്ക് എത്താൻ. അത്തരം ഒരു ആശങ്ക കൂടി ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് രാവിലെയും വൈകുന്നേരവും സ്കൂളിലേക്ക് പോകാനും തിരികെ വരാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശങ്ക കൂടി അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ കാട്ടാനകൾ മാത്രമല്ല, മറ്റ് വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട്. നേരത്തെ അവിടെ കാണാതായ ഒരു യുവതിയെ കുറിച്ചുള്ള തിരച്ചിൽ ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ എവിടെയാണ് പോയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്ന നില കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.